എൻ്റെ പേര് ബിനീബ് എന്നാണ്. ഞാൻ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്തിലെ വലിയർത്തല എന്ന ഭാഗത്താണ്. 3 ഏക്കർ വരുന്ന ഒരു തോട്ടമാണ്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്, പേര, റംബൂട്ടാൻ ഇങ്ങനെ തുടങ്ങി വിവിധ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ഹോം സ്റ്റേയും കൂടെ ചെയ്യുന്നുണ്ട്. തോട്ടത്തിനകത്ത് തന്നെ ഹോം സ്റ്റേ എന്നുള്ള രീതിയിൽ ഒരു താമസ സൗകര്യത്തിന് വേണ്ടി ഒരു സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഞാനിത് 2022 മുതൽ ആണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് നമുക്ക് വില കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റാണ്. പക്ഷേ ഇതിലിപ്പം വന്നിരിക്കുന്ന 2 പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, ഇതിന് ഒരു ഫംഗൽ ബാധ ഇപ്പോൾ മാറ്റുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് വ്യാപകമായിട്ട് ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും ഫംഗൽ ബാധ വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന നല്ല കോസ്റ്റ്ലിയുള്ള ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്. ഇപ്പം കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ വിലയും താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ മുൻപത്തേനെ അപേക്ഷിച്ച്. ഇതിൽ കേരളത്തിലുള്ള നമ്മുടെ ടേസ്റ്റ് കൂടുതൽ വരുന്ന കേരളത്തിൽ നിന്നുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. സാധാരണ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് എന്തോ യാതൊരു വികാരമില്ലാത്തൊരു പഴമെന്നാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചവരാരും പറയത്തില്ല. കാരണം നല്ല മധുരമുള്ള നല്ല സ്വീറ്റായിട്ടുള്ള ഇതാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഫംഗൽ ബാധ നമ്മൾ നല്ല കെയർ ചെയ്യണം. അത് ആരംഭത്തിലേ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും തോട്ടം നശിച്ചു പോകും. അത്ര പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഒരിതാണ്. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നിട്ടുള്ളത്. കാലവർഷത്തിലാണ് ഈ ഫംഗൽ ബാധ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാലവർഷം ആരംഭിക്കുന്നതോടൊപ്പം ഫംഗൽ ബാധയും കൂടുതലായിട്ട് വരുന്നത്. നടുന്ന രീതി നമ്മൾ 7 അടിയുള്ള ഇങ്ങനെ ഒരു തൂണെടുത്തിട്ട് അതിലാണ് ഇത് ചെയ്യുന്നു വരുന്നത്. ഇത് ഏകദേശം നമ്മൾ ഒരു പോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 1500 രൂപയ്ക്കകത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട് ഒരു തൈ നടുമ്പോൾ തന്നെ. വെള്ളം ധാരാളം വേണ്ട, നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ള ഇതിന് വേണ്ടി വെള്ളം കൂടിപ്പോയി അഴുകും, മൂടഴുകും. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് അഴുകൽ ബാധ ഉണ്ടാകും. മഴ കൂടുമ്പോഴേക്കും ഈ പൂക്കൾ അഴുകി കൊഴിഞ്ഞു പോകുന്നുണ്ട്. മഴ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന മുട്ടുകളെല്ലാം നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്നവർ പറയാനുള്ള ഇതിൻ്റെ ഒന്ന്, നമ്മുടെ ഈ വിപണനമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ. കാരണം ഇത് നമ്മൾ ഫലമായി കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസം സൂക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. മാർക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളിത് പെട്ടുപോകും ചെയ്ത് കഴിഞ്ഞാൽ. ലാഭകരമാണ്, പക്ഷേ അതിനനുസരിച്ച് നമ്മളിത് പഴം വിറ്റ് പോയില്ലെങ്കിൽ നമുക്കിത് നഷ്ടമാകാൻ പറയും. ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കടകളിലും ഈ ഡ്രാഗൺ ഫ്രൂട്ട് വിൽക്കുന്നില്ല. നമ്മുടെ ഈ പഴം പോലെ, സാധാരണ വാഴപ്പഴം പോലെ എല്ലാ കടകളിലും വിൽക്കുന്ന ഒരു സാധനമല്ല ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ എല്ലാ കടക്കാരും എടുക്കാറില്ല. അപ്പോൾ എടുക്കുന്ന കടയിൽ അവർ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മാർക്കറ്റ് നല്ല വില കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദ്ദേശം. നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രശ്നമല്ല, പക്ഷെ മാർക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളിത് ഉൽപ്പാദിപ്പിച്ചിട്ട് പ്രയോജനം ഇല്ലാണ്ട് വരും. ഞാനിതിപ്പോൾ ഓർഗാനിക് രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഈ ചാണകപ്പൊടി, ഈ കോഴിക്കാഷ്ടം, എല്ലുപൊടി, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഓർഗാനിക് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ചെയ്തത്. ഇത് ഒരു വർഷത്തിൽ നമുക്കൊരു 4 മാസത്തോളമാണ് ഇതിൻ്റെ ആദായം കിട്ടുന്നത്. അതായത് മെയ് മുതൽ ഓഗസ്റ്റ് വരെ ഉള്ള പീരീഡിലാണ് നമുക്കിത് കൂടുതലായിട്ട് കിട്ടുക. അതായത് നമ്മുടെ ഈ മഴ നിൽക്കുന്ന ആ ഒരു സമയം. ഇത് എൻ്റെ 3 ഏക്കറാണ്. 3 ഏക്കറിലാണ് ഞാൻ ഇതെല്ലാം കൂടെ കൃഷി ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാനുണ്ട്, മാതളമുണ്ട്, മാൾട്ട, പേര, അങ്ങനെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ഹോം സ്റ്റേയും കൂടെ
അതായത് ഒരു ഫാം ഹൗസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അതിന് വരുന്നവർക്ക് പ്രൈവസിയോടെ താമസിക്കാനും അവർക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് ഈ 3 ഏക്കറിനകത്ത് താമസിക്കാനുള്ള സംവിധാനം അതുകൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഫങ്ഷനുകൾ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. 4 ബെഡ്റൂമുള്ളൊരു ഇതാണ് ചെയ്തിട്ടുള്ളത്, ഫാം ഹൗസാണ് ചെയ്തിട്ടുള്ളത്. ഫാം ഹൗസ് എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുടുംബത്തോടൊപ്പം അന്യ ജില്ലയിൽ നിന്ന് വരുന്നവർക്കോ അല്ലെങ്കിൽ വല്ല ഈ സുഹൃത്തുക്കൾക്ക് ഒത്തുചേരുന്നതിനോ ഫാമിലികൾക്ക് ഒത്തുചേരുന്നതിനോ ഉള്ളൊരു സൗകര്യത്തോടെയാണ് ഞാനിത് ചെയ്തേക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് 12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമാണ്. വലിയർത്തല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതിൽ 4 ബെഡ്റൂമാണ് വരുന്നത്. പാചകം ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. പാചകത്തിന് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. പിന്നെ ചെറിയ ഫങ്ഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു ഓഡിറ്റോറിയം പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യത്തോടെ ഉള്ളൊരു ഫാം ഹൗസാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ പ്രോഗ്രാമുകളും ഈ എൻഗേജ്മെൻറ്റുകളോ ഈ ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെയുള്ളതിനൊക്കെ നടത്തുന്നതിന് സംവിധാനമായിട്ടാണ് നോക്കുന്നത്. ഈ ഫാം ഹൗസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ വിവരം നൽകുന്നതാണ്.